السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعده റഹീഖുൽ ഖുർആനിന്റെ അഞ്ചാമത്തെ സെഷനിലെ അഞ്ചാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ആദിയാത്തിലെ ആദ്യ 5 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 100ാമത്തെ അധ്യായമായ സൂറത്തുൽ ആദിയാത്തിൽ 11 വചനങ്ങളാണുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്കയിൽ വെച്ച് അവതീർണമായ അധ്യായമാണ് സൂറത്തുൽ ആദിയാത്ത്. ഈ സൂറത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അൽ ഖിസ്മുൽ ഇലാഹി ബിഖൈലിൽ മുജാഹിദീൻ അലാ അന്നൽ ഇൻസാൻ കഫൂറുൻ ജഹൂദുൻ ലിനിഅമി റബ്ബിഹി അലൈഹി. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല കുതിര എന്ന മൃഗത്തെ തൊട്ട് സത്യം ചെയ്ത് പറയുകയാണ്, പോരാളികളായ തന്റെ യജമാനന്മാർക്ക് വേണ്ടി അതികഠിനമായ ത്യാഗങ്ങൾ സഹിക്കുവാൻ തയ്യാറായ നന്ദിയുള്ള ആ ഒരു മൃഗത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുന്ന കാര്യം അതെന്താണെന്ന് വെച്ചാൽ, തീർച്ചയായും മനുഷ്യരിലെ ഭൂരിഭാഗം ആളുകളും തന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന വിഷയത്തിൽ തീർത്തും നിഷേധികളാണ്, അല്ലെങ്കിൽ അവർ ധിക്കാരികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നാൽ അത്തഹദ്ദുസു അൻ ഗരീസത്തിൽ ഇൻസാനി ഫി ഹബ്ബിഹി ശദീദ് ലിസ്സർവതി വൽ മാൽ. അഥവാ പണത്തോടും സമ്പത്തിനോടുമുള്ള മനുഷ്യന്റെ അതിയായുള്ള ആഗ്രഹവും അത്യാർത്തിയെയും സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നുണ്ട്. മൂന്നാമത്തെ വിഷയം എന്താണെന്നാൽ അൽ ഹദ്ദു അലാ ഫിഅലിൽ ഖൈരി വൽ അമലിസ് സ്വാലിഹ് അല്ലദീ യൻഫഉൽ ഇൻസാൻ ഹീന റുജൂഇൽ ഖലായികി ഇലല്ലാഹി ലിൽ ഹിസാബി വൽ ജസാ. അഥവാ മരണത്തിന് ശേഷം മനുഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരു വേളയിൽ, പരലോകമെന്ന ആ ഒരു ലോകത്തേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യർക്കാകമാനം ഉപകാരപ്രദമാകുന്ന സൽക്കർമ്മങ്ങളിലേക്കും നന്മകളിലേക്കും മുന്നേറുവാനുള്ള പ്രേരണ ഈ അധ്യായത്തിന്റെ 3ാമത്തെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വത്തഹ്ദീദ് ബിൽ ഇഖാബി ശദീദ് യൗമൽ ഖിയാമ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം മനുഷ്യനെ ബാധിക്കാനിരിക്കുന്ന ഭീതിജനകമായ ശിക്ഷകളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ദുബ്ഹ. കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം. വൽ ആദിയാതി, അതിവേഗത്തിൽ ഓടുന്നവ തന്നെയാണ് സത്യം. ദുബ്ഹ, കിതച്ചുകൊണ്ട്. രണ്ടാമത്തെ വചനം ഫൽമൂരിയാതി ഖദ്ഹ. അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീപ്പൊരി പാറിക്കുന്നവ തന്നെയാണ് സത്യം. ഫൽമൂരിയാതി, തീ കത്തിക്കുന്നവ തന്നെയാണ് സത്യം. ഖദ്ഹ, തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ട്. അപ്പോൾ കല്ലിൽ ഉരസി തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ട് കിതച്ചുകൊണ്ട് വേഗത്തിൽ ഓടുന്നവ തന്നെയാണ് സത്യം എന്നാണ്. മൂന്നാമത്തെ വചനം ഫൽമുഗീറാതി സുബ്ഹ. എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ തന്നെയാണ് സത്യം. ഫൽമുഗീറാത്ത്, ആക്രമണം നടത്തുന്നവ. സുബ്ഹ, പ്രഭാതത്തിൽ. നാലാമത്തെ വചനം ഫഅസർന ബിഹി നഖഅ. അന്നേരത്ത് പൊടിപടലം ഇളക്കിവിട്ടവയും തന്നെയാണ് സത്യം. ഫഅസർന ബിഹി, ആ നേരത്ത്, ആ സുബ്ഹി നേരത്ത് ഇളക്കിവിട്ടവ തന്നെയാണ് സത്യം. നഖഅ, പൊടിപടലങ്ങൾ ഇളക്കിവിട്ടവ തന്നെയാണ് സത്യം. അഞ്ചാമത്തെ ആയത്ത് ഫവസത്ന ബിഹി ജംഅ. അതിലൂടെ ശത്രു സംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ചവ തന്നെയാണ് സത്യം. ഫവസത്ന ബിഹി, നടുഭാഗത്തേക്ക് പ്രവേശിച്ചവ. ജംഅ, സംഘത്തിന്റെ അല്ലെങ്കിൽ ശത്രു സംഘത്തിന്റെ നടുഭാഗത്തിൽ പ്രവേശിച്ചവ തന്നെയാണ് സത്യം. അഥവാ പോരാട്ടത്തിനായി ശത്രുക്കളുടെ ഇടയിലേക്ക് കയറി ചെന്നവ തന്നെയാണ് സത്യം എന്നാണ്. ഇവിടെ ഈ 5 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥവും ആശയവും നമ്മൾ ഉറ്റാലോചിക്കുമ്പോൾ ചില വിശേഷണങ്ങൾ മാത്രം പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെട്ട കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല മറച്ചു വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. ആ വിശേഷണങ്ങളിലേക്ക് ഒന്നുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിന്റെ ആശയതലത്തിലേക്ക് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ, ആ വിശേഷണങ്ങൾ കുതിരയിലേക്കോ അല്ലെങ്കിൽ ഒട്ടകത്തിലേക്കോ ചേർത്തി വെക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്കതിന് മനസ്സിലാക്കാം. നോക്കാം. അൽ ആദിയാത്തി എന്നാൽ അതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം വഹുവ സൈറുസ് സരിഅ, അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്നാണ് ആദിയാത്തിന് പൊതുവെ അർത്ഥം നൽകപ്പെടാറുള്ളത്. ഈ ഒരു പദം യുത്ലഖു അലാ സൈരിൽ ഖൈരി വൽ ഇബ്ലി ഖാസത്തൻ, പൊതുവെ അത് അറബികൾ ഉപയോഗിക്കാറുള്ളത് കുതിരന്റെ വേഗതയോ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ വേഗതയോ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പദം ഉപയോഗിക്കപ്പെടാറുള്ളത്.
ശേഷം ളുബ്ഹ എന്ന് പറഞ്ഞു. അൽ ളുബ്ഹ് എന്ന് പറഞ്ഞാൽ ഇൽതിറാബുൻ നഫ്സിൽ മുതറദ്ദിദ് ഫിൽ ഹൻജറ, അഥവാ തൊണ്ടയിൽ നിന്നും വരുന്ന ആ ഒരു കിതപ്പ്, ആ കിതപ്പിനെ സൂചിപ്പിക്കുന്നതിനെയാണ് ളുബ്ഹ എന്ന് അറബികൾ ഉപയോഗിക്കാറുള്ളത്. വഹുവ മിൻ അസ്വാത്തിൽ ഖൈലി വസ്സിബാ, അത് പൊതുവെ ഉണ്ടാകാറുള്ളത് കുതിരക്കോ അല്ലെങ്കിൽ വേട്ടയാടി പിടിക്കുന്ന വന്യമൃഗങ്ങൾക്കോ ഒക്കെയാണ് ആ ഒരു കിതപ്പ് ഉണ്ടാകാറുള്ളത്. അത്തരത്തിൽ കിതക്കുന്നതിനെയാണ്, ശ്വാസം ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞ് കിതക്കുന്ന രീതിയാണ് ളുബ്ഹ എന്ന് അറബിയിൽ പറയാറുള്ളത് എന്നാണ്. ശേഷം അള്ളാഹു പറഞ്ഞത് അൽ മൂരിയാത്ത്. മൂരിയാത്ത് എന്നാൽ തൂഖിദു എന്നാണ്, അഥവാ കത്തിക്കുന്നവ. അൽ ഖദ്ഹ് എന്ന് പറഞ്ഞാൽ ഹഖ്ഖു ജിസ്മിൻ അലാ ആഖർ ലിയഖ്ദഹ നാറൻ, ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് ചേർത്ത് ഉരസുക, അതിനെയാണ് ഖദ്ഹ്. അപ്പൊ അങ്ങനെ ഉരസുമ്പോൾ ഉണ്ടാകുന്ന തീപ്പൊരിയാണ് ഖദ്ഹ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൂരിയാത്തി ഖദ്ഹ എന്ന് പറഞ്ഞാൽ തീപ്പൊരി ഉണ്ടാകുന്ന രീതിയിൽ അത്രമാത്രം വേഗതയിൽ കല്ലിൽ കുളമ്പ് ഉരസിക്കൊണ്ട് കുതിച്ചു പായുന്ന മൃഗത്തെയാണ്, കുതിരയെയാണ് അള്ളാഹു അവിടെ വർണ്ണിക്കുന്നത്. അതിനുശേഷം പിന്നെ എടുത്തു പറഞ്ഞ വിശേഷണം അൽ മുഗീറാത്ത് എന്നാണ്. മുഗീറാത്ത് എന്നാൽ തുത്ലഖു അലാ ഗസ്വിൽ ജയ്ശി ദാറൻ, അഥവാ ശത്രുവിന്റെ മുന്നിൽ ചെന്ന് അതിനോട് പോരാടുന്ന ആ ഒരു ധൈര്യത്തെയാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നു. ശേഷം ഫഅസർന ബിഹി നഖഅ എന്ന് പറഞ്ഞു, അഥവാ അസ്അദനൽ ഗുബാറ മിനൽ അർദി മിൻ ശിദ്ദതി അദ്വഹിന്ന, ശത്രുവിനോട് പോരാടുന്ന ആ ഒരു പോരാട്ടത്തിന്റെ ആഘാതത്തെ സൂചിപ്പിച്ചുകൊണ്ട് അത്രയും ശക്തമായ രീതിയിൽ ശത്രുക്കളോട് പോരാടുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പൊടിപടലങ്ങൾ പാറുന്ന രീതിയിൽ, അത്രയും ഘോരമായ രീതിയിൽ യുദ്ധം ചെയ്യുവാനും മുന്നോട്ട് ഗമിക്കുവാനും ഈ മൃഗങ്ങൾ തയ്യാറാകുന്നു, കുതിരകൾ തയ്യാറാകുന്നു എന്ന് അള്ളാഹു പറയുന്നത്. ശേഷം പറഞ്ഞു ഫവസത്ന ബിഹി ജംഅ, ശത്രുവിന്റെ ഇടയിലേക്ക് കയറി ചെന്ന് തന്റെ യജമാനന് വേണ്ടി ശത്രുവിന്റെ ഇടയിലേക്ക് തന്റെ ജീവൻ പണയം വെച്ച് മുന്നോട്ട് ഗമിക്കുവാൻ ആ മൃഗം തയ്യാറാകുന്നു. അത് തന്റെ യജമാനന് വേണ്ടി, ആ യജമാനനോടുള്ള നന്ദി സൂചകമെന്നോണം ആ മൃഗം അതിന് തയ്യാറാകുന്നു എന്നാണ്. ഈ വിശേഷണങ്ങളിലൂടെയെല്ലാം വ്യംഗ്യമായി മറച്ചു വെച്ചുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്നാൽ, പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങളിലായിക്കൊണ്ട് അവരുടെ വിശദീകരണങ്ങളിൽ, തഫ്സീറുകളിൽ അത് വിവരിക്കുന്നതായി കാണാം. ഒന്നാമത്തേത് ഇന്നൽ മൗസൂഫ് ഹിയൽ ഇബിൽ, അഥവാ ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഒട്ടകത്തെയാണ് എന്നാണ്. രണ്ടാമത്തേത് ഫഇന്നൽ മഹ്ദൂഫ് ഹുവൽ ഖൈൽ, ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത് കുതിരയെയാണ് എന്നാണ്. ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം ഈ ആയത്തിൽ പറഞ്ഞ വിശേഷണങ്ങളെയെല്ലാം ഒട്ടകത്തിലേക്ക് ചേർത്തി പറയാനുള്ള കാരണം എന്താണെന്നാൽ, ഹജ്ജിന്റെ കാലയളവിൽ അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്കും അവിടെ നിന്ന് മിനായിലേക്കുമുള്ള ഒട്ടകങ്ങളുടെ സഞ്ചാരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇവിടെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒട്ടകത്തെയാണ് എന്ന് പറയാനുള്ള കാരണം. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ഈ ആയത്തിൽ പറഞ്ഞ വിശേഷണങ്ങളെയെല്ലാം കുതിരയിലേക്ക് ചേർത്തി പറയുന്നതിന്റെ കാരണം എന്താണെന്നാൽ, യുദ്ധവേളകളിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമെല്ലാം തന്റെ ജീവൻ പോലും പണയം വെച്ച് തന്റെ യജമാനനെ വഹിച്ചുകൊണ്ട് പോരാട്ടങ്ങളിൽ മുന്നേറുന്ന കുതിരയുടെ സ്വഭാവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കുതിരയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാനുള്ള കാരണം. ഇവിടെ പരാമർശിക്കപ്പെട്ട വിശേഷണങ്ങളോട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും കുതിരയുടെ വിശേഷണമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിന് മുമ്പും ശേഷവും പോരാട്ടങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഒട്ടകത്തേക്കാൾ കൂടുതൽ മുൻഗണന അത് കുതിരകൾക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രാ വേഗതയുടെ കാര്യമാണെങ്കിലും യുദ്ധക്കളങ്ങളിൽ യജമാനനെയും കൊണ്ട് പോരാടുന്ന കാര്യമാണെങ്കിലും ഒട്ടകങ്ങളെക്കാൾ ഒരൽപ്പം അധികം പരിഗണന കുതിരകൾക്ക് അറബികൾ നൽകാറുണ്ടായിരുന്നു എന്നതിനാൽ തന്നെ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് കുതിരകളെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ ഉതകുന്ന വിധത്തിൽ വലിയ ചില ഗുണപാഠങ്ങൾ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒട്ടനവധി അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി സൂചകങ്ങളായി ആരാധനയിൽ മുഴുകുവാനോ സത്പ്രവർത്തികൾ ചെയ്യുവാനോ തയ്യാറാകാതെ തീർത്തും മർക്കടമുഷ്ടിയും താന്തോന്നിയുമായി വസിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സുകളിൽ ഇട്ടുതരുന്ന വലിയൊരു ഉദാഹരണമാണ് ഈ 5 വചനങ്ങളിൽ ഉള്ളത്. ഒരൽപ്പം അന്നവും വെള്ളവും നൽകിയതിന്റെ നന്ദിയായി തന്റെ യജമാനന് വേണ്ടി നിലകൊള്ളുകയും പോർക്കളത്തിൽ ശത്രുക്കൾക്കെതിരെ പോരാടുകയും ചെയ്യുന്ന
കുതിര എന്ന സൃഷ്ടിയുടെ മഹത്വവും അതിന്റെ വിശേഷണങ്ങളും മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട അവിഭാജ്യ ഘടകം തന്നെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കി അവന് വേണ്ടുന്ന ആരോഗ്യവും അവന് വേണ്ടുന്ന ജീവിത സൗകര്യങ്ങളും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി കൊടുത്ത് അവനെ രക്ഷിച്ച് വളർത്തിപ്പോരുന്ന തന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമോ ഭയപ്പാടോ ഇല്ലാതെ അവന്റെ കൽപ്പനകൾക്കൊരു പരിഗണനയും കൊടുക്കാതെ അതിനെ മാനിക്കാതെ അവന്റെ മുന്നിൽ തലകുനിക്കാതെ അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും കൂറുമില്ലാതെ കഴിഞ്ഞുകൂടുകയാണ് മനുഷ്യരിലെ ഭൂരിഭാഗം വരുന്ന ആളുകളും. അതിനാൽ തന്നെ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ച കുതിര എന്ന സൃഷ്ടി അതിന്റെ യജമാനനോട് കാണിക്കുന്ന നന്ദിയും സ്നേഹവും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് കാണിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു ഈ ഉപമയിലൂടെ മനുഷ്യനെ ഉണർത്തുകയാണ്. മനുഷ്യൻ അവന്റെ രക്ഷിതാവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം നയിക്കുകയും തന്നാൽ കഴിയുന്ന വിധം നന്മയിൽ മുന്നേറുകയും ചെയ്തുകൊണ്ടാണ് അവൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കാണിക്കേണ്ടത്. ഏറ്റവും ഉത്തമവും ഉത്കൃഷ്ടവുമായ പ്രവർത്തികൾ ചെയ്യുവാനും അത് മുഖേന തന്റെ രക്ഷിതാവിന്റെ പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കുവാനും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യൻ ഓരോരുത്തരും നിർവഹിക്കേണ്ട ബാധ്യതയും ആണ്. അതല്ലാത്ത പക്ഷം പരലോകത്ത് അതിന്റെ നഷ്ടം അവൻ അനുഭവിക്കേണ്ടി വരും എന്ന് തീർച്ച തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഉപമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകർന്നു നൽകുന്നത്. ആ രീതിയിൽ നന്മകളിൽ മുന്നേറുവാനുള്ള പ്രേരണ ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്യുവാനും അതിലൂടെ നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കുവാനും ഏറ്റമുണ്ടാക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം അടിയുറപ്പിക്കുവാനും നന്മകളിൽ മുന്നേറുവാനും ആരാധനകളിൽ നിരതരാകുവാനും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ പരിശ്രമിക്കേണ്ടതുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മനസ്സിൽ ഈമാൻ അധികരിപ്പുണ്ടാക്കുവാനുമെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെക്കുവാൻ അർത്ഥവും ആശയവും മനസ്സിലാക്കി നിരന്തരം പാരായണം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുവാൻ അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.